Maria Ninyorma Avapataya Maharisa Ningora Nirema Srema Sadare Mare Nyangalai Kamaya Jive Nilayam Insayanata Dvadayama Daviro സ്മരണയതി സിദ്ധരേതി പ്രദരേ വാഴ്ത്തിടുന്നവനാ ഈ സ്തോത്രം മാതാകാരീശൻ മാതൻ പ്രാർത്ഥനയ കരുണണിയാകും മൃഗരായോ പുണ്യം വിളിയുനിറഞ്ഞോരീശോ നിൻ വിളിവാൻ കാണുന്നു വിളിവിയടിയാരകില താരവന വെളിയുമ്മേ കാന്യാനങ്ങളെ നീ താരം കതിരേ ശോഭിതീക്കം വെളിവിൻ കാട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ കർത്താവേ ശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരതായി മരിച്ചോ കരുണമേ നല്ലോർമ്മ സ്വർഗപിതാവിൻ മേഘസുര നിന്നെ വാഴ്ത്തും ഞാൻ സഹജമായി
വർഗത്തിനും ജീവനതും രക്ഷയമേകാനായി വിമലശുദ്ധിയും മേന്മയുള്ള മഹിമാവിയലും ദൈവജനത്രികന്യകമറിയാമീനും വേദവധന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോരാമസിഹ നിജഹൃദയാധിപതൻ ഹൃദയെ വേദിച്ചു നിരണിച്ചോനെ അപ്രതിഭാവനേയ സുവിധാവോളം ജീവനം ൃപുരിശാസഹിതം മന്ദിരരെ പരികീർത്തിതരെ കൃപ ചെയ്തിടണമേ. ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ കുരിയേലായിസോൻ പൗലോസ് ശ്രീമാനെന്നും ചൊൽക്കട്ടെ നിങ്ങളെ ഞങ്ങൾ അറിയിച്ച വഴി എതിരായ ആരാനും ചെന്നാൽ വാഴവനെങ്കിലും ആരുടെ താനേകും സഭയും ശാപം പലതരമുപദേശങ്ങളോ പാരിമുളച്ചു പരത്തുന്നു ദൈവത്തിനുപദേശങ്ങളോ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹാ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ
മഹായി പാർക്കുമോ. എന്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് ഞാൻ മൂലം അറിയിക്കപ്പെട്ട സുവിശേഷം മനുഷ്യരിൽ നിന്നും ഉണ്ടായിട്ടല്ല. എന്തെന്നാൽ ഞാൻ അതിനെ ഒരു മനുഷ്യനിൽ നിന്നല്ല, യേശുമിശിഹായുടെ വെളിപാടിൽ നിന്നും കൈക്കൊള്ളുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. മുമ്പ് യഹൂദമതസായിയായിരുന്നപ്പോഴുള്ള എന്റെ നടപടികളെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അധികമായി പീഡിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു പോന്നു. എന്റെ കുടുംബത്തിലുണ്ടായിരുന്ന സമപ്രായക്കാരിൽ പലരെയും യഹൂദരെന്നവരെ ഞാൻ അതിശയിപ്പിച്ചിരുന്നു. എന്റെ പിതാക്കന്മാരുടെ ഉപദേശത്തിൽ ഞാൻ ഏറ്റവും തീക്ഷ്ണതയുള്ളവനായിരുന്നു. മാതാവിന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ വേർതിരിക്കുകയും തന്നെ ഗർഭമൂലം വിളിക്കുകയും ചെയ്തവൻ, വിജാതികളുടെ പ്രകാശിപ്പിക്കുവാൻ തക്കോളം തന്റെ പുത്രനെ എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ജഡരക്തങ്ങൾ വെളിപ്പെടുത്തുകയോ ശിലയിൽ പൂർവ്വസ്ത്രീയന്മാരുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്യാതെ അറേബ്യയിലേക്ക് തിരിക്കുകയും പിന്നെ ദമസ്കോസിലേക്ക് മടങ്ങുകയും ചെയ്തു. 3 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പത്രോസിനെ കാണുവാൻ യെരൂശലേമിലേക്ക് പോയി. 15 ദിവസം അതിന്റെ അടുക്കൽ താമസിച്ചു. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ സ്നേഹന്മാരിൽ മറ്റൊരുവനെയും ഞാൻ കാണുകയുണ്ടായില്ല. ഞാൻ നിങ്ങൾ എഴുതുന്നത് സത്യമല്ല എന്നുള്ളതിന് ദൈവം സാക്ഷി. അതിനുശേഷം ഞാൻ സിറിയയിലേക്ക് പോയി. യഹൂദതയുള്ള ക്രിസ്തീയ സഭകൾക്ക് എന്നെ പരിചയമുണ്ടായിരുന്നില്ല എങ്കിലും മുമ്പ് നമ്മെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവൻ ഏതൊരു വിശ്വാസത്തെയാണോ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വിശ്വാസത്തെ തന്നെ ഇപ്പോഴാ പ്രസംഗിക്കുന്നു എന്ന് മാത്രം കേട്ട് ഞാൻ മൂലമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ അവരുടെ മാതാവായ മറിയാമിയും അവർ കൂടി വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് മൂലം ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായിരുന്നതുകൊണ്ടും അവളുടെ പരിഹാസവാക്കുമാക്കുവാൻ അവരുടെ മനസ്സിലാതിരുന്നാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് അവൻ വിചാരിച്ചു. ഇങ്ങനെ അവൻ ഉദ്ദേശിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ മാതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പ്രകാരം പറഞ്ഞു, ദാവീദ് പുത്രനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കുവാൻ നീ ഭയപ്പെടേണ്ട. എന്നാൽ അവളിൽ നിന്ന് ജനിച്ചിരിക്കുന്ന പ്രജ പരിശുദ്ധ റൂഹായിൽ നിന്നുള്ളതാകുന്നു. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. അവൻ തന്റെ ജനങ്ങളെ അവരുടെ
വിളിക്കണം. പിതാവിന്റെ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്നും ദൈവം നമ്മോടുകൂടെ എന്നവന് പേര് വിളിക്കപ്പെടുമെന്നും മുഖാന്തരം കർത്താവിനാൽ പറയപ്പെട്ട നിറവേറ്റുവാൻ സംഭവിച്ചു. യോസേഫ് ഉറക്കത്തിൽ ഉണർന്നു കർത്താവിന്റെ മാതാപിതാക്കളോട് കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. അവൾ ആദ്യപുത്രനെ പ്രസവിച്ചവരെ അവളെ പരിഗ്രഹിച്ചില്ല. അവൾ ശിശുവിനെ പേരുകയും ചെയ്തു. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. കരുണയും മനോഗണവും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ
കോപത്തിന്റെ വഴികൾ കരുണാപൂർവ്വം ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ. സമാധാനപരമായ ഉത്തമമായ സാഹചര്യത്തിൽ ഞങ്ങളെ നിയോജകരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് മാറണമേ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിനും യേശുവിനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യവും യേശുവിനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തെ പിതാവിനോട് സമത്വമുള്ളവനും നിർമ്മിക്കപ്പെട്ടവരും മനുഷ്യനായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കുമേലുള്ള പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയും പരിശുദ്ധമായും ദൈവമാതാവായ വിശുദ്ധരിയാവിൽ നിന്നും മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട കഷ്ടമനുഭവിച്ചടക്കപ്പെട്ട ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ഇരിക്കുന്നു. തന്റെ രാജ്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വത്തെയും ജീവിക്കുന്ന സ്തുതിക്കപ്പെട്ടവനും
നിവ്യന്മാരും ശ്രീഹന്മാരും സംസാരിച്ചതുമായ ജീവന വിശുദ്ധിയുമുള്ള ഏകോപായിലും കർമ്മവും സ്നേഹിയുമായ വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസാവും മാത്രമാകുന്ന നിങ്ങളെ പറഞ്ഞു മനുഷ്യമാരും പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതാ ഇത് നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഉന്നത പദവിയിലേറിന പിതാവ് അനുഭവിച്ചിടും അനുഷ്ഠിക്കും കുർബാന പ്രിയരേ കരുണയുടെയും അരിവിന്റെയും സമയം താൻ സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ സമീപസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരേ ഒരുപോൽ കരുണീരം ആമേൻ ബർഗുമോ സ്തോത്രങ്ങളോ കുരിയേനായിസോ സ്നേഹവും ഐകമത്യവും പരിപൂർണമായ സമാധാനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ മനുഷ്യർക്കും ഇപ്പോഴെല്ലായ്പ്പോഴും സ്തോത്രം കരേറ്റുമാറാകണമേ. ഉണ്ടായിരിക്കട്ടെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവരേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഓ സമർപ്പിക്കുന്ന ആശുദ്ധ വിചാരങ്ങളെ ആത്മാർത്ഥ
രക്ഷിക്കണമേ. ശരീരങ്ങളെ ശുദ്ധിയാക്കണമേ. ഞങ്ങൾക്കും നിന്റെ ഏകപുത്രന്റെ പരിശുദ്ധനായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. സ്തുതിസ്തോത്രമങ്ങനെ മാറണമേ. വെളിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ഭയങ്കരവും പരിശുദ്ധമായ ഈ കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനത്തിന്റെ ഉടയനായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സമയത്ത് എല്ലാവരുടെയും വാദങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേൽപിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമ്മുടെ വിശ്വാസപുരായിരിക്കുന്ന മേൽപ്പെട്ടവരിലായിരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളും ദൈവമായ കർത്താവിനെ ഇരിക്കുന്നു. കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും ന്യായമാകുന്നു. ഇടവിടാതെ മഹത്വപ്പെടുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ ആരാധകരുടെ കൂട്ടങ്ങളോട് വെച്ച് നിന്നെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ നിയോഗിക്കണമേ. തന്റെ ഭൂമി പറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ കർത്താവിനെ വന്നവനും പരിപാലിക്കുന്നവരുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു.
പരിശുദ്ധ ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി തിരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ പുതിയ നിവൃത്തമാകുന്നു. നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ വർണ്ണത്തെ അതാമോദോ രണ്ടാമത്തെ എഴുന്നതിനായി നോക്കി മാറുകയും ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങളെല്ലാവരുടെയും ഉണ്ടായിരിക്കണമേ. നിന്റെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഓരോരുത്തരും പരിശുദ്ധമായി പ്രതിഫലം കൊടുക്കുന്ന നിന്റെ രണ്ടാമത്തെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിരടവും പശ്ചാത്താപൂർവ്വം നിന്നാടും നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ളവനായ ദൈവമേ ആ നാളിൽ ഞങ്ങളോട് ദയ ചെയ്യണമേ എന്ന് ഇന്ന് മനോവേദനയോടെ അപേക്ഷ സമർപ്പിക്കുന്നു. സർവശക്തനായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ ഞങ്ങളെല്ലാവരുടെ കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ.
രക്തവാൻ ഓർക്കാതെ അനുഭവിക്കുന്ന തന്മൂലം ഞങ്ങൾ നിത്യജീവനാവകാശികളായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ലോകത്തും പരിശുദ്ധമായി ഇപ്പോഴില്ല ഇപ്പോഴും മാറാകണമേ. ദൈവമായ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനം അതിന്റെ സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഞങ്ങൾ നിനക്കും നിന്റെ ശത്രുവായും ഇപ്പോഴും മാറണമേ. സത്യസ്യാനീയമായ സ്നേഹത്തെ സഹോദരങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളായ എല്ലാവർക്കും ഞാൻ ഉണ്ടാകുവാനായിട്ടും അവർ സുഖമായിട്ട് എഴുതുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സഹായിക്കണമേ. ദുഃഖത്തിലും വിലാപത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. പ്രയാസത്തോടെ മുൻപാകുന്ന പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധമായി ഇപ്പോഴും മാറാകണമേ. സത്യസ്യാനിയമായ സർവ്വനക്കാരെ നിലനിർത്തുന്നു. പട്ടക്കാരെ വിശ്വാസികളായ ജനങ്ങളുടെ സമൂഹം ക്രിസ്ത്യാനി സമൂഹം സ്വഭാവമായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശത്രുവിനെ അവന്റെ ക്രൂരങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കരുണയില്ലാത്ത ദുഷ്ടന്മാരാധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ലോകത്തിനും പരിശുദ്ധ ഇപ്പോഴും മാറാകണമേ. ഭൂമിയിലെ സർവ്വമനുഷ്യങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യവിനയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാർ
വൈദ്യന്മാരെയും പ്രസംഗക്കാരായ ശ്രീകന്മാരെയും ഏകന്മാരെയും സഹോദരന്മാരെയും ഉദാരന്മാരെയും ഭാഗ്യവാനും യജമാനോട്ടക്കാരനുമായ മോറിമാരെയും ശന്മാരെയും പ്രധാനിയും സഹോദരന്മാരും മുഖനും നമ്മുടെ പിതാവായ മോർത്തോമാസിയായും നമ്മുടെ കാവൽ പിതാവായ മോർഗീവറീസനായും ശേഷം സർവശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുരിയേലായിസോൻ. അവരുടെ അണികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും സ്തുതിസ്തോത്രമാകേണ്ടതേ. വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചതായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടും കൂടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെ നിക്കായാലും പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുസ്തകങ്ങളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവമേ പരിശുദ്ധമായ ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരെയും ചൂടുമായ ഈ വിശ്വാസത്തെ പാലിച്ച ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ കൂടെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെന്നും പ്രചരിക്കാത്തവരും തെറ്റുകൂടാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലായ്പ്പോഴും മാറണമേ. എല്ലാ ഭാഗ്യങ്ങളും സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഞങ്ങളെ വഹിക്കുന്ന സ്ഥലം ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളുടെ നമ്മുടെ ദൈവമായ മനസ്സിലായത് താജാതം മൂലം കടങ്ങളുടെ വികാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നമ്മെ എവിടെയും സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തോളാനായിട്ട് നാം പ്രാർത്ഥിച്ച് ആവശ്യം കുറേയായി അവരുടെ കടങ്ങൾ പരിഹരിക്കണമേ. അവരുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്റെ കണ്ടിരിക്കുന്നു. അവൻ അവരിൽ തന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ദൈവമേ സത്യവിശ്വാസത്തിൽ ഞങ്ങളുമായി പോയിരിക്കുന്ന സർവ്വവിശ്വാസികളെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെയും അറിവോടാതെയും
ഞങ്ങളുമായി ചെയ്തു പോയിട്ടുള്ള വഴികളെ ക്ഷമിക്കണമേ.
പിന്നെയോ ദുഷ്ടതയുടെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് രാജ്യശക്തിയുമാകുന്നു എല്ലാവിധമായ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റുള്ളവർക്കും ഞങ്ങൾക്കും നീ വിമോചനവും വിമോചനവുമായിരിക്കണമേ. ദൈവമേ, നിന്റെ പരിശുദ്ധമായി ഇപ്പോഴെല്ലായ്പ്പോഴും നിന്റെ ഇടപെടാടിൽ ഞങ്ങളുടെ ആത്മാ ശരീരങ്ങളെ ശുദ്ധിയാക്കണമേ. ഞങ്ങൾ ഇപ്പോഴെല്ലായ്പ്പോഴും മാറാകണമേ. ഓ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പുറത്തുകൊണ്ട് കൃപയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഭയത്തോടും പേരോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനായ ഏകപിതാവ്, പരിശുദ്ധനായ ഏകപുത്രൻ, പരിശുദ്ധനായ ഗുരുവായൂരല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ജീവപരിശുദ്ധനായിരിക്കും സ്തുതി. ആമേൻ. പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. അമൂല്യമായ പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സ്ഥലത്തെ പരിപൂർണമാക്കി കൊടുക്കുന്ന ജീവനുള്ള പരിശുദ്ധനായ നമ്മോടുകൂടെ. കർത്താവിന്റെ നാമം ആദ്യത്തെ പാട്ടപ്പെട്ടാകട്ടെ. Name
Mori
Muriyorahe Vele Ruadare Masihokuda Saganar Pizza Ajare ദൈവം പ്രവചയും
ഞങ്ങൾക്കെല്ലാവർക്കും ശക്തിയും സഹായമായിരുന്ന ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ സന്തോഷരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് പൗരികാരമായി ശ്വാസവും നൽകണമേ. ദൈവമേ, ഞങ്ങൾ നിനക്കും നിന്റെ ഇപ്പോഴെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. അടക്കപ്പെട്ട വിശുദ്ധ ശേഷം വീണ്ടും കഴിഞ്ഞവനായ തലവണിക്കണം. ശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്നെല്ലാവരും ഇപ്പോഴെല്ലായ്പ്പോഴും നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്താലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും
ഉന്നിതനാം ശ്രേഷ്ഠാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങോരി ബലിയേ അനവരനും ചെയ്തേ ദിവസേ സ്തുതികളാലേ വിണ്ണിന്നായകനാരനാണ് രഹസ്യങ്ങളവ മണ്ണിൻ വിളവുകൾ മണ്ണിലാവ് കാഴ്ചയ നനച്ചോ തന്നുടെ പകലിറങ്ങി വരാനായി ആത്മാവേ എന്നു വിളിച്ചിരുന്നു ചരണകാരേ അഗ്നിമയന്മാരാരെ ചെയ്തുന്നു അവനെ മേസയ പമ്പേന നീ കാണുന്നു ആരേ അവനെ മന്മയ സ്പർശിച്ചോരം തേരിയും നേരം ഏഴുനേ ഏശായ കണ്ടിവനം സാക്ഷിക്കുന്നു ദൈവത്വത്തിൻ മലയിലെ ഏവം മേ ദാതാമേ വാദിക്കുന്നു തോവേ മായുനെ തേരൻ പോലെ സോദരത്തിൻ കർത്താവിന്റെ ജന്മദിനം അടുത്ത് വരികയാണ്. ഇനി രണ്ടാഴ്ചയുണ്ട്. നാളെ മുതൽ ജന്മദിനാളിന് മുമ്പ് എല്ലാ ഭവനങ്ങളിലും ആചരിക്കണം. സൂക്ഷ്മമായി നമ്മൾ ആചരിച്ച് കർത്താവായ യേശുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവിനോടുള്ള പ്രാർത്ഥന പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നമ്മെ രക്ഷിക്കും. പിശാച് മുഖാന്തരം മനുഷ്യണ്ടാവുന്ന എല്ലാ പീഡയും മുഴുവൻ മനുഷ്യന് രക്ഷപ്പെടാൻ നല്ലതാണ് കർത്താവിനുള്ള പ്രാർത്ഥന. അത് മനസ്സിലാക്കി ധാരാളമായി കർത്താവായ യേശുവിനെ ശക്തിയോടെ പ്രാർത്ഥിച്ച് എല്ലാ പ്രശ്നാശയപ്പെടുത്തുന്നതിനും രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കണം. നോമ്പിന് മരുന്ന് കഴിക്കുന്നവർ, ഗുളിക കഴിക്കുന്നവർ, ഗർഭിണികൾ, ഗുണം കഴിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ മാത്രം അല്പം പാല് മാത്രം കഴിക്കാവുന്നതാണ്. വേറൊന്നും കഴിക്കരുത്. അത് ഈ ആവശ്യമെങ്കിൽ മതി. ഗുണം കഴിപ്പിക്കുന്നവർ, ഗർഭിണികൾ, മരുന്ന് കഴിക്കുന്നവർ, ഇഞ്ചക്ഷൻ കഴിക്കുന്നവർ, ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നവർക്ക് അല്ലാതെ അത്യാവശ്യമെങ്കിൽ മാത്രം അല്പം പാല് മാത്രം കഴിക്കാൻ പറ്റുക. അതൊന്നും ഉപയോഗിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യോസേഫിനുണ്ടായ നീതിമാനായ യോസേഫിനുണ്ടായ ഒരു ദർശനമാണ് വായിച്ചു കേട്ടത്. കന്യാമറിയാമിനെ യോസേഫിനെ വിവാഹം നിശ്ചയിച്ചിരിക്കുമ്പോൾ അവർ കൂടി വരുന്നതിന് മുമ്പ് കല്യാണം നടക്കാൻ വിവാഹം നിശ്ചയിച്ചതേ ഉള്ളൂ. കല്യാണം നടന്നില്ല. കല്യാണം നടക്കുന്നതിന് മുമ്പ് കന്യ ഗർഭിണിയാണ് എന്ന് യോസേഫിന് വാർത്ത കിട്ടി. അപ്പോൾ യോസേഫ് അവിടെ രഹസ്യമായി
ഉറപ്പിച്ചു കഴിയുന്നു. അവർ ഉപേക്ഷിക്കാൻ, രഹസ്യമായി ഉപേക്ഷിക്കാൻ യോസേഫ് ആഗ്രഹിച്ചു. രാത്രിയിൽ അങ്ങനെ കിടന്ന യോസേഫ് ഉറങ്ങാൻ പോയി. രാത്രിയിൽ ആകാശത്തു നിന്ന് സ്വർഗത്തിൽ നിന്ന് മാലാഖ യോസേഫിനോട് പറഞ്ഞു, യോസേഫ് അവളെ സ്വീകരിക്കാൻ നീ ഭയപ്പെടേണ്ട. അവൾ ഗർഭം ധരിച്ച് പരിശുദ്ധയാളാണ്. അവൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ശിശുവിന് യേശു എന്ന് പേര് വിളിക്കണം. ആ യേശു തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് മാലാഖ പറഞ്ഞു. യോസേഫ് ഉറക്കമുണർന്നു. മാലാഖ പറഞ്ഞതുപോലെ അനുസരിച്ചു. സ്നേഹിക്കപ്പെട്ടവരെ, അത് പഴയ നിയമകാലത്ത് നടന്നൊരു കാര്യമാണ്. ഈ നിയമകാലത്ത്, നമ്മുടെ നിയമകാലത്ത് കർത്താവിന്റെ ദൂതന്മാർ ആയി വരുന്നത് മാലാഖമാർ പിതാവാൻ ദൈവത്തിന്റെ ദൂതന്മാരാണ്. മാലാഖമാർ അധികം വരുന്നത് പിതാവാൻ ദൈവത്തിന്റെ ദൂതമായാണ്. എന്നാൽ കർത്താവിന്റെ കാലത്ത് കർത്താവ് മരിക്കുന്നതിന് മുമ്പ് മനുഷ്യരിൽ നിന്ന് വിശുദ്ധന്മാരായി തീർന്നവർ വന്ന് കർത്താവുമായിട്ട് സംസാരിക്കുന്നതാണ്. മോശയും ഏലിയാവും സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവ് കഴിക്കുന്ന തലേദിവസം വന്ന് തലേദിവസം അതിന് മുമ്പ് ഇരിക്കുമ്പോൾ മോശയും ഏലിയാവും താഴേക്ക് ഇറങ്ങി നിന്ന് അവരോട് കർത്താവിനെ സംസാരിക്കും. അങ്ങനെ ഒരു പ്രവർത്തനം അതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. ഈ മരിച്ചതിൽ വന്ന് അവരുടെ ആത്മാക്കൾ വന്ന് എന്ന് പറയുന്ന അധികം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ അങ്ങനെ ഒരു പ്രവർത്തനം കർത്താവിന്റെ ദൂത് പറയാൻ മോശയും സംസാരിക്കാൻ മോശയും ഏലിയാവും നടന്നു. ഈ കാലത്ത് കർത്താവിന് മരണശേഷം ധാരാളം കർത്താവിന്റെ ദൂതന്മാർ ഒന്ന് മാലാഖാന്ന് പറഞ്ഞത് നമ്മൾ പറയാറുണ്ട്. മനുഷ്യരോട് സംസാരിക്കുക. ഞാൻ തന്നെ അത്തരത്തിലുള്ള ധാരാളം സാക്ഷിയാണ്. ഒരു ആളിവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാടിലേക്ക് പോയി. ഒരു കുട്ടി ഉണ്ടാകണമെന്നാണ് അവരുടെ ആഗ്രഹം. കുട്ടി ഉണ്ടായില്ല. എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ അതൊക്കെ ഒഴിയുമായി എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വന്നിട്ട് ഞാൻ വിളിക്കുന്നു. രാത്രി ദൈവസാഹായം പറഞ്ഞു. ദൈവത്തെ ആകാശം പറയുക, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിനക്ക് കിട്ടും. മനസ്സിലായി? ദൈവസാഹം മരിച്ചു പോയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവ് ആകാശത്തിൽ പറയുകയാണ്, ഞാൻ കട്ടിലേക്ക് തുടങ്ങിയ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിനക്ക് കിട്ടും. അപ്പോ ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. സാധാരണ ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ ഒഴിഞ്ഞു പോയതാണ്. അവരുടെ വാദം ദൈവയുടെ ധൈര്യപ്പെടുത്തി ആരാണെന്നൊക്കെ ഒഴിഞ്ഞു പോയത്. ഇവിടെ സാധാരണ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിനക്ക് കിട്ടും. പിന്നീട് അവർ വന്നപ്പോൾ ഞാൻ പിന്നെ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അവർ ഞാൻ കുട്ടി ഉണ്ടായി എടുക്കണമെന്നൊക്കെ വന്നു. പല കാര്യങ്ങൾ വന്നു, പല പ്രയാസങ്ങൾ വന്നു. എന്നാലും എങ്ങനെയാണ് എന്നാലും ആ കുട്ടി ഉണ്ടായ കുട്ടിക്ക് ഒരു വയസ്സായി ഉണ്ടായിരുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, അപ്പൊ അങ്ങനെ ദൂത് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ദൈവസാരം എന്ന് പറയുന്നു. കർത്താവ് തന്നെ എന്ന് പറയുന്നു. കർത്താവ് വ്യക്തിയിൽ കർത്താവ് ദൂത് ഭാഷ അപ്പോസ്തലനാണ് പല പ്രാവശ്യം അപ്പോസ്തലന്മാർ കർത്താവ് അപ്പോസ്തലന്മാരോട് സംസാരിച്ചു. അവരുടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാലത്ത് കർത്താവിന്റെ കാലം, അതാണ് അതിന്റെ പുതിയ നിയമകാലം. പിതാവിന്റെ ആ പഴയ നിയമകാലം കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് ശേഷം കർത്താവിനെ സംസാരിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധന്മാരുടെ വിഷയം സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നതനുസരിച്ച് വിശ്വസിച്ചാൽ നമുക്ക് നല്ല കാര്യം കിട്ടും. യോസേഫിന് മാലാഖ പറയാൻ വിശ്വസിച്ചു. യോസേഫിനെ നീതിമാനെന്നാണ് വിളിക്കുന്നത്. നീതിമാനെന്ന് പറഞ്ഞാൽ പുത്രനെ അനുസരിച്ച് ജീവിക്കുന്ന, ദൈവപുത്രനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് പ്രതിനയമാകുന്ന. ദൈവപുത്രനെ അനുസരിക്കണം. ദൈവപുത്രനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് നീതിമാൻ. അപ്പോൾ നീതിമാനായിരുന്നു യോസേഫ്. അത് ദൈവപുത്രനെ അനുസരിച്ചില്ല, പിതാവിനെ അനുസരിച്ച് ജീവിച്ചവരാണ്. പിതാവ് ദൈവത്തെ അനുസരിച്ച് ജീവിച്ചവരാണ്.
യോസേപ്പ് ബാലാഖനെ വിളിച്ചു, പ്രിയാവിനെ സ്വീകരിച്ചു, പ്രിയാവ് പ്രസവിച്ചു, ആ കുഞ്ഞിനെ യേശു വിളിച്ചു, ആ കുഞ്ഞു പിൽക്കാലത്ത് ദൈവമാണെന്ന് അവനെ സാക്ഷ്യപ്പെടുത്തുകയായി ചെയ്യുന്നു. അവന്റെ ശരീരം ഭക്ഷിക്കുന്നു, അവന്റെ രക്തം കുടിക്കുന്നു, അവന്റെ മാമോദിസ കേൾക്കുന്നു. അങ്ങനെ നാം പാപപരിഹാരം ലഭിക്കുന്നു. നമ്മുടെ ആത്മാക്കൾക്ക്, നമ്മുടെ ശരീരത്തിന് അങ്ങനെ പാപപരിഹാരം വരുന്നു. അങ്ങനെയാണ് ബാലാഖന്മാരുടെ ദൂരം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കളയാതെ സൂക്ഷിക്കുന്നത് എല്ലാവരും നന്നായി ദൈവത്തിൻ്റെ മറ്റു കാര്യങ്ങളെ ഓർമ്മിച്ച് പ്രത്യേക സൂക്ഷ്മതയോടെ ആചരിക്കാം. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ.
ഇവരെ കൊൽവോയിൽ വാസം ചെയ്യും ഞാൻ പൊന്നിനെയും നിന്റെ പരിഹാരം തേടി ഞങ്ങൾ കൈക്കൊണ്ട ജീവനാചാര്യം
Thank you.